Good morning. Good morning, ma'am. Good morning. Good morning, teacher. Good morning. Okay, നമുക്ക് prayer start ചെയ്യാം. ടീച്ചർ പ്രയറിന് ആരും ക്ലാസ്സിൽ കേറുന്നില്ല ടീച്ചർ. എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ല, അതാ ആരും ഒന്നും ചെയ്യുന്നില്ല ടീച്ചർ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി തൊട്ട് MT17 ബാച്ചില് പ്രയറും ഒന്നും ഇല്ലെന്ന് ഞാൻ ഡയറക്റ്റ് ടീച്ചർമാരോട് വിളിച്ച് പറയാന്ന് പറഞ്ഞു. കാരണം ടീച്ചർ കാണുന്നവർ പോലും നമുക്ക് റിപ്ലൈ തരുന്നില്ല. നമ്മളൊരു 5-6 കുട്ടികളെ മാത്രമുള്ള റിപ്പീറ്റ് ചെയ്ത് ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ടീച്ചർ, ഇന്നലെ ജോബ് സാറിന്റെ ക്ലാസ്സിൽ സൈൻ ഇന്നും സൈൻ ഔട്ടും തോട്ട് ഓഫ് ഡേ ഇത് 3 ഞാനാണ് ടീച്ചർ പറഞ്ഞത്. അതെല്ലേ? അതേപോലെ അതിന്റെ തലേന്നത്തെ ക്ലാസ്സിലും വിദ്യ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇതേപോലെ 2 എണ്ണം പറഞ്ഞത്. കാരണം ടീച്ചർ നമ്മള് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു 5 മിനിറ്റത്തേക്കൊന്ന് ഇത് കേറി പറഞ്ഞിട്ട് അവർക്ക് പോകേണ്ടവർക്ക് പോകാതെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലും അവര് കേൾക്കുന്നില്ല ടീച്ചർ. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ചൈനീസ് വിസ്പറും സൈമൺ സീസൺ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ഓക്കെ ആണോ എല്ലാവരും? ടീച്ചർ അത് നാളെ അല്ലായിരുന്നു ടീച്ചറിന്റെ ക്ലാസ്, ഞാനായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നേ. അതെല്ലേ? അതെ, നാളെ ആയിട്ട് ഞാൻ നാളെ പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞാ ഇരുന്നത്. കാരണം ഇന്നലെ ജോബ് സാർ പറഞ്ഞു ഇന്നും സാറിന്റെ ക്ലാസ് ആയിരിക്കും എന്നാ പറഞ്ഞത്. അതെല്ലേ? ഓക്കെ, അത് പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത്, ചേഞ്ച് വന്നത്. അയ്യോ, ഇനി അപ്പൊ നെക്സ്റ്റ് വീക്കിലല്ലോ ടീച്ചറിന്റെ ക്ലാസ്? അതെ, ഞാൻ ചിലപ്പോ നാളെ ഉണ്ടാകും, ഉറപ്പില്ല. ചിലപ്പോ ജോബ് സാർ ആയിരിക്കും, ഞാൻ ചോദിച്ചിട്ടില്ല സാറിനോട്, നോക്കട്ടെ കേട്ടോ. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും, ഡിസൈഡ് ചെയ്തിട്ടില്ല. സാറിനെ കണ്ടിട്ടില്ല, സാറ് വന്നിട്ടില്ല. അപ്പോ ചോദിച്ചിട്ടൊന്ന് സാറ് കയറുമെങ്കിൽ നാളെ സാറ് കയറും, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഉറപ്പ് പറയുന്നില്ല. Thought of the day പറയാ. തോട്ട് പറഞ്ഞോളൂ. Success is the sum of small efforts repeated daily. സൈനിനും ഞാൻ തന്നെ പറയാം ടീച്ചർ. My pet rabbit, story by Andrew Fingal. Sarah has a pet. Her pet is a rabbit. Her rabbit is tan and white. Her rabbit has a name. Its name is Jembi. Jembi is a girl rabbit. Jembi has 4 legs. Jembi has a short white tail. Jembi has long ears. Jembi has very soft fur. Jembi likes to jump. Sarah feeds her rabbit. Jembi eats rabbit food. Jembi eats veggies. Jembi eats grass. Jembi does not eat meat. Jembi drinks water. Sarah loves her rabbit. Thank you, ma'am. Okay. അതിനു മുമ്പ് നിങ്ങൾക്ക് ഏതൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ തരാനുണ്ടെന്ന് പറയാമോ? മോക്ക് ടെസ്റ്റ് എവിടം വരെ കിട്ടിയത്?
ടീച്ചർ നമ്മളെ ലാസ്റ്റ് പഠിപ്പിച്ച ഹെൽത്ത് കെയറിന്റെ ചാപ്റ്റർ കിട്ടിയിട്ടില്ല. ഒരു സെക്കൻഡ്. ഹെൽത്ത് കെയർ അല്ലേ? അതെ ടീച്ചർ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല ടീച്ചർ, വേറെ ഇല്ല. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എടുക്കാനായിട്ട് പോകുന്നത്, ബാക്കി ഇനി എടുക്കാനായിട്ടുള്ളത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് മുമ്പത്തെ പാരഗ്രാഫ്സ് അല്ലേ നമ്മൾ പറഞ്ഞ് കുറെ അധികം കാര്യങ്ങളൊക്കെ അതിനോട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? റീഡിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നെക്സ്റ്റ് വൺ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ആദ്യം നിങ്ങൾ അതൊന്ന് റീഡ് ചെയ്യും കേട്ടോ. നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ PDF സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 years വരെയുള്ള കുഞ്ഞുങ്ങളുടെ. അപ്പോ അത് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പൊ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. മിസ് പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ പറയാട്ടോ. 55. ആ 55 ആണേ. ഓക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യൂ കേട്ടോ. ആരതി ഉണ്ടോ? ആരതി Yes, ma'am. ആരതി അതൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. എളുപ്പമല്ല, ഈസി ആണോ വായിച്ചു നോക്കിയിട്ട്? അതെ മാം. ആ ചെറിയൊരു ത്രോട്ട് പെയിനും കോൾഡൊക്കെ ആയിട്ടിരിക്കുന്നു പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടോ വായിക്കാനായിട്ട്? അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടെങ്കിലും ഇല്ല വായിപ്പിക്കാം? മാം, ഞാൻ വായിച്ചോളാം. ആ Sequence of language development. There may be individual differences so far as the language development is connected, but the order remains the same for all. The general arrangements of language development is as follows. At birth, language is practically absent. At about 4 weeks, small throat sounds are noticed. The starting point in language development is the child's smile and cooing at the age of 16 weeks. Around 28 weeks, the bubbling stage begins. Around 14 weeks, the baby imitates sounds made by adults and takes these sounds into his own system. Now the baby say one word. Around 52 weeks, the baby says 2 or more words. Around 80 months, the baby combines words to form basic sentences pattern. Around 24 months, the baby use simple phrase and understands simple directions. Around 36 months, the child vocabulary enormously increased. Now he talks in sentences and answers simple questions. Around 4 years, the child uses conjunction and understands preposition. Around 5 years, the child speaks without infantile articulation. Much of the speech pattern that the child learns is the result of substitution of others. During the course of learning, it is possible that certain speech disorders like omissions, stuttering, stammering, etc. may promote. ഓക്കെ. കുഞ്ഞ് ഇത് മാം കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പത്തെ ക്ലാസ് സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കരയുന്ന അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്രൈയിങ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് കൂയിങ് ആണ്, ത്രോട്ടിലൂടെയാണ് അവർ അത് സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബബ്ലിംഗ് സൗണ്ട് ബ ബ ബ വവൽ ആൻഡ് കൺസേൺ സൗണ്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികൾ പറഞ്ഞു തുടങ്ങും.
പിന്നെ ഫസ്റ്റ് മീനിങ് വേർഡ് എന്ന് പറയുന്നത് മാ പാ എന്നുള്ള വാക്കുകളൊക്കെ കുട്ടികൾ ഉച്ചരിച്ച് തുടങ്ങും. പിന്നെ സിംഗിൾ വേർഡ് സെന്റൻസ്, അതായത് ബോള് കണ്ടു, നമ്മൾ വീണു, അങ്ങനെ ഉള്ള സൗണ്ടുകളാണ് കുട്ടികൾ പിന്നീട് പറഞ്ഞു തുടങ്ങുക. പിന്നെ സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച് ആയിട്ടാണ് കുട്ടികൾ പറഞ്ഞു തുടങ്ങുക. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് വേണം, ഇത് വേണം എന്നുള്ള ഇതാണ് കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ലേണിംഗ് സ്കിൽസ് ഡെവലപ്പ് ആവുന്നത് 4 കാര്യങ്ങളിലൂടെയാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നൊക്കെയാണ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 വയസ്സുള്ള കുട്ടികൾ ഒരു 900 വേർഡ്സ് വരെ പറഞ്ഞു തുടങ്ങും. പിന്നെ ഒരു 5-6 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ 12,000 മുതൽ 14,000 വേർഡ്സ് വരെ ഉപയോഗിച്ച് തുടങ്ങും എന്നാണ് മാം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആളുകള് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാഷ പറയുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അല്ലെ? എല്ലാവരും ഒരുപോലെയാണോ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? ആളുകളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവില്ലേ? ആണോ? അതെ മാം. കുറേയധികം കാര്യങ്ങളുണ്ടല്ലേ? ചിലവരുടെ എന്താ പറയാ, ചില സ്ഥലത്ത് അപേക്ഷിച്ച്, അതായത് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റു ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലെ? ഇപ്പൊ വടക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല, അവരുടെ സ്ലാങ് ആയിരിക്കില്ല തെക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മുതിർന്നവർ ഉപയോഗിക്കുന്നത് അല്ലെ? പിന്നെ അതുപോലെ തന്നെ കൾച്ചറിനനുസരിച്ച്, കാസ്റ്റിനനുസരിച്ചിട്ടൊക്കെ എന്താണ് ലാംഗ്വേജിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിൽ പലതരത്തിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഏകദേശം താഴെ പറയുന്ന രീതിയിലാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ബർത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ആബ്സെന്റ് ആണ് അല്ലെ? ജനിക്കുമ്പോ തന്നെ കുഞ്ഞ് സംസാരിക്കോ? ഇല്ല. അതുകൊണ്ടാണ് ബർത്ത് ലാംഗ്വേജ് പ്രാക്ടിക്കലി ആബ്സെന്റ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 ആഴ്ച പ്രായമുള്ളപ്പോൾ 4 വീക്സ് ആകുമ്പോഴാണ് ചെറിയ ചെറിയ സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് സ്മൈലും അതുപോലെ തന്നെ കൂയിങ്ങും ആണ്. അത് 68 വീക്സ് ആകുമ്പോഴാണ് ആ ഒരു ഇത് സംഭവിക്കുന്നത്. പിന്നെ 28 വീക്സില് ബാബ്ലിംഗ് സ്റ്റേജ് ബിഗിൻസ്. ബാബ്ലിംഗ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 14 വീക്സില് കുഞ്ഞ് സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അഡൽട്ട് പറയുന്ന മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവന്റെ സിസ്റ്റത്തിലേക്ക് അത് എടുക്കുന്നു, 1 വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നു. 52 വീക്സ് ആവുമ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേർഡ്സുകൾ കുഞ്ഞ് പറയാനായിട്ട് തുടങ്ങുന്നു. 18 മന്ത്സില് എന്താണ് സെന്റൻസ്, അതായത് വേർഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് സെന്റൻസുകൾ രൂപപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു കുഞ്ഞ്. 24 മന്ത്സ് ആവുമ്പോഴേക്കും സിമ്പിൾ ഫ്രേസസും അതുപോലെ സിമ്പിൾ ഡയറക്ഷനൊക്കെ കുഞ്ഞ് മനസ്സിലാക്കുന്നു. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, അപ്വേർഡ് അങ്ങനെയുള്ള ഡയറക്ഷൻസ് ഒക്കെ ഇല്ല, അതൊക്കെ കുഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ 36 മന്ത്സിൽ കുഞ്ഞിന്റെ വൊക്കാബുലറി കുറച്ചും കൂടി ഇൻക്രീസ് ആവുന്നത് കാണാൻ പറ്റും. കുറച്ചും കൂടി നീണ്ട രീതിയിലുള്ള സെന്റൻസുകൾ പറയാൻ, ലോങ് ആയിട്ടുള്ള സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങും. സിമ്പിൾ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാനായിട്ട് തുടങ്ങും. 4 ഇയേഴ്സ് ആകുമ്പോൾ കൺജങ്ഷനും അതുപോലെ തന്നെ പ്രിപ്പോസിഷനും ഒക്കെ ലാംഗ്വേജിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. 5 ഇയേഴ്സ് ആകുമ്പോൾ വിതൗട്ട് ഇൻഫാന്റൽ ആർട്ടിക്കുലേഷൻ, അതായത് നല്ല രീതിയിൽ വ്യക്തതയോടുകൂടി കുഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇൻഫാന്റൽ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ തപ്പലും തടയലും ഒന്നും ഇല്ലാതെ അക്യുറേറ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇതിപ്പോ നമ്മൾ എക്സാമിന് ഓരോ വീക്സിലും കുട്ടികൾ എന്തൊക്കെയാ ചെയ്യാന്ന് നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കണം? ചോദിക്കും, ചോദിക്കും. ബാബ്ലിംഗ് സ്റ്റേജ് എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നത്? 28 വീക്സില് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ 52 വീക്സിൽ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വരാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ റിവിഷൻ തരാം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് മുമ്പായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കേട്ടോ, അത് പറഞ്ഞു തരാം.
ഇതിനടുത്തത് നമ്മൾക്ക് കുറച്ച് സ്പീച്ച് ഡിസോർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ, സംസാരിക്കുന്നതിന് ചില ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാര വൈകല്യങ്ങള് കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തേതാണ് ഒമിഷൻസ് എന്ന് പറഞ്ഞാല്. ഒമിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ സെന്റൻസ് പറയുമ്പോൾ അതിൽ നിന്ന് ചില വേർഡ്സ് വിട്ടുപോവുക. അതായത് ഒരു സെന്റൻസ് നമ്മൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരിക. അങ്ങനെയുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു സ്പീച്ച് ഡിസോർഡർ ആണ് കേട്ടോ. ഒമിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് പറയുന്ന കാര്യം കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരിക, അതിൽ നിന്ന് ചില കാര്യങ്ങൾ വിട്ടുപോവുക, അതാണ് ഒമിഷൻ എന്ന് പറഞ്ഞാല്. ഇനി അതുപോലെ തന്നെ എന്താണ് സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഒരു സെന്റൻസ് പറഞ്ഞു, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ത് സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റാമറിങ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, അതായത് ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. നേരത്തെ നമ്മൾ സ്റ്റട്ടറിങ് പറഞ്ഞു, അത് ഒരു കാര്യം, അതായത് പറയുന്ന കാര്യം, ഒരു സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ത് സ്റ്റട്ടറിങ്. സ്റ്റാമറിങ് എന്ന് പറഞ്ഞാൽ പറയുന്ന സെന്റൻസിലെ വേർഡ്സുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ സ്റ്റക്ക് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കിട്ടാതെ വരാം. ഇതൊക്കെ സ്റ്റാമറിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ അതായത് ഒമിഷനും സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും സ്പീച്ച് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ, സംസാരത്തിലുള്ള വൈകല്യങ്ങളാണ്. ക്ലിയർ ആണോ? സ്റ്റാമറിങ് ഒന്നും കൂടെ പറയും. സ്റ്റാമറിങ് പറയാം. അതായത് റിപ്പീറ്റിംഗ് സൗണ്ട്സ് ഓർ വേർഡ്സ് ആണ്. പറയുന്ന സെന്റൻസുകളിലെ സൗണ്ട് അല്ലെങ്കിൽ വേർഡുകള് റിപ്പീറ്റ് ആയിട്ട് പറയാം, അതാണ് സ്റ്റാമറിങ്. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക, പോസ് ഓർ ബ്ലോക്സ് വൈൽ സ്പീക്കിംഗ്. സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുക, അതായത് പറയുന്ന കാര്യം സ്റ്റക്കായി പോവുക അല്ലെങ്കിൽ പോസ് ചെയ്ത് പോവുക. ആ ഒരു കാര്യം കൂടി സ്റ്റാമറിങ്ങിന് വരുന്നതാണ് കേട്ടോ. വിക്കലാണോ മാം ഉദ്ദേശിച്ചത്? വിക്കല് നമുക്ക് അതായിട്ട് പറയാനായിട്ട് പറ്റും. വിക്കല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് പറ്റും. പൂർണ്ണമായിട്ടല്ല കേട്ടോ, പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അത് നിങ്ങളൊന്ന് ആദ്യം റീഡ് ചെയ്യൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തന്നെ പറയേണ്ടതാണ് കേട്ടോ, കാരണം ഇത്രയും നേരം നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങള് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയണം. ഓക്കെ. അപ്പൊ ആദ്യം അതൊന്ന് റീഡ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. വിദ്യ വായിച്ചു കഴിഞ്ഞു? കഴിഞ്ഞു മാം. ഓക്കെ, ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ മാം. Factors influencing language development. The important factors that influence language development are the child's maturity pattern, child's maturity level, or more particularly, his physical and motor develop influence his grammatical behavior at different ages. കുട്ടികളുടെ പക്വത എന്ന് പറഞ്ഞു വെച്ചാല് അവന്റെ ശാരീരികവും മോട്ടോർ വികാസവും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അത് ആ മാറ്റത്തിന് പലതരത്തില് സ്വാധീനിക്കുന്നുണ്ട്. Around 6 months, her parents heard her producing sound like ba ba, mama, papa. 6 മാസമുള്ള കുട്ടികളുടെ പാരൻസിന് അവരെ സൗണ്ട് ബാബ, മാമ എന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പാപ്പ പാപ്പ എന്നൊക്കെ കുട്ടികൾ പറഞ്ഞത് കേൾക്കുന്നുണ്ട്. The development of such similar sounds is called bubbling. ഇങ്ങനെ 6 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കുന്ന ബാബ, മാമ, പാപ്പ എന്നുള്ള സൗണ്ട് ഉള്ളതിനെ വിളിക്കുന്നതാണ് ബബ്ലിംഗ്. Anu's mother is very happy when Anu articulate her first meaningful word ma around the age of 9 months. അനുവിന്റെ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. അനു ആദ്യമായിട്ട് മാ എന്നുള്ള വേർഡ് ഉച്ചരിച്ചപ്പോ, അതും 9 മന്തിൽ ഉച്ചരിച്ചപ്പോ അനുവിന്റെ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. She had articulated this word on seeing her mother. When a child utters the word milk, it carries a whole sentence in it. Depending on the context, it may mean that the child wants milk or that she is full and does not want any more. Also, one word may be used to name several objects. എന്ന് പറഞ്ഞു വെച്ചാൽ കുട്ടി ആദ്യമായിട്ട് മിൽക്ക് എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ഒരു സെന്റൻസ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് പാൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി അവൾക്ക് എന്താ പറയാ വയറ് ഫുള്ളായി, അല്ലെങ്കിൽ ഇനി അവൾക്ക് ഇനിയും പാൽ ആവശ്യം വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടി മിൽക്ക് എന്നുള്ള വേർഡ് ഉച്ചരിക്കുന്നത്. Also, one word may be used to name several objects. കുട്ടി വീണ്ടും പല വേർഡ്സുകളും ഉച്ചരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, all 4 legs animals may be called by the one word dog. ആ കുട്ടി ഒറ്റ വേർഡായിട്ട് ആ കുട്ടി 4 അനിമൽസിനെ കാണുമ്പോൾ ഡോഗ് എന്ന് ഉച്ചരിക്കുന്നു. ഇറ്റ് ഈസ് ഗ്രാജുവലി ഷീ ലേൺഡ് ആൻഡ് ഡിഫറെന്റ് ആൻഡ് ലേൺ യൂസ് സ്പെസിഫിക് നെയിംസ് ലൈക്ക് കൗ, ഗോട്ട് ആൻഡ് ഹോഴ്സ്. അത് മാത്രമല്ല, ആ കുട്ടിക്ക് 4 കാലുള്ള അനിമൽസിനെ കൗ ആണ്, ഗോട്ടാണ്, ഹോഴ്സ് ആണ്, ഡോഗ് ആണെന്നൊക്കെ ആ കുട്ടി വേർതിരിച്ചിട്ട് കാണുന്നുണ്ട്. At about 18 months, Anu had a vocabulary of about 50 words. അനുവിന് ഒരു 18 മാസം ആകുമ്പോഴേക്കും ആ കുട്ടി ഒരു 50 വേർഡ്സ് ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. As her second year birthday solicited, Anu could link 2 words and make sentences like my doll, papa pen, mama office, papa office, etc. by the second birthday. A child can create about 100 words. ആ കുട്ടിക്ക് അനുവിന് 2 വയസ്സാവുമ്പോഴേക്കാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് എൻ്റെ പാവയാണ്, ഇത് പപ്പ പെന്ന്, മാമ ഓഫീസാണ്, പപ്പ ഓഫീസ് എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടി സെന്റൻസുകൾ പറയാൻ തുടങ്ങും. അനുവിന് 2 വയസ്സായപ്പോൾ ആ കുട്ടി പറയാൻ തുടങ്ങും. എ സെക്കൻഡ് ക്യാൻ ക്രിയേറ്റ് എബൌട്ട് 100 വേർഡ്സ്. ആ കുട്ടിക്ക് 2 വയസ്സാകുമ്പോഴേക്ക് ആ കുട്ടി ഒരു 100 വേർഡ്സ് എങ്കിലും ആ കുട്ടിക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇത്രേ ഉള്ളൂ മേ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഒരു കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ അത്. ഓക്കെ, കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇത് മനസ്സിലായി? ഒന്ന് ഷെയർ ചെയ്തേ. ഒരു കുട്ടിയുടെ ചെറിയ കുട്ടിയായി ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെയാണ് ആ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായത് മാം.
ജനിച്ച മുതൽ ആ കുട്ടി വലുതാവുമ്പോൾ ആ കുട്ടി എങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ആക്കുന്നു എന്നാണ് ഈ ചാപ്റ്റർ മനസ്സിലാക്കി തരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ടെക്നിക്കലില് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും ഒന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. നാളെ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഗ്രൂപ്പില്? ടീച്ചർ ഒന്നും പറഞ്ഞില്ല, ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അല്ലെ? ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഉണ്ടായിരുന്നു ടീച്ചർ, ഉണ്ടായിരുന്നു. അപർണ മിസ്സിന്റെ ക്ലാസ്സിൽ. അതെ അല്ലേ? ഓക്കെ. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അപർണ മിസ് എടുത്തിരുന്നോ? ഇല്ല, എടുത്തിട്ടില്ല അല്ലെ? പാർട്ട് 1 കംപ്ലീറ്റ് ആയോ? പാർട്ട് 1 കംപ്ലീറ്റ് ആയി ടീച്ചർ. എല്ലാം കംപ്ലീറ്റ് ആയി. പാർട്ട് 2 ഇനി എത്ര എണ്ണം കംപ്ലീറ്റ് ആവാനുണ്ട്? മാം പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അപർണ മിസ് എടുത്തു. അപ്പൊ അതിന്റെ സെക്കൻഡ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് അപർണ മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാം ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തു. ബാക്കിയെല്ലാം ഇതിൽ പെൻഡിങ് തന്നെയാണ്. 7 ചാപ്റ്റർ പെൻഡിങ് ആണ് ടീച്ചർ സെക്കൻഡില്. അല്ലേ? ഓക്കെ. ഇത് കണ്ട നമുക്ക് പേടിക്കേണ്ട, നിങ്ങൾ എടുത്ത് തീർത്ത് തരും കേട്ടോ. ഓക്കെ. അപ്പോ ഞാൻ ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 9 ആണ് കേട്ടോ. ഡിഫൻസ് മെക്കാനിസം കാണുന്നുണ്ടോ? ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡിഫൻസ് മെക്കാനിസം. ഇല്ല, കേട്ടിട്ടില്ല. അർസു കേട്ടിട്ടുണ്ട്. എന്താണ് അർസു ഡിഫൻസ് മെക്കാനിസം? ഡിഫൻസ് മെക്കാനിസം ഒരാള് നമ്മളെ തെറ്റിക്കഴിഞ്ഞ നമ്മൾ എന്താ ചെയ്യുന്ന അതിന് ഡിഫൻസ് ചെയ്യാൻ വേണ്ടി കുറെ തർക്കങ്ങൾ പറയും. മീൻസ് അവര് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. പിള്ളേര് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ നമ്മൾ തെറ്റാണ് പറഞ്ഞാൽ അവര് എന്താ തെറ്റ് ചെയ്ത് എന്തിനാ തെറ്റ് ചെയ്തൊക്കെ അവര് ഡിഫൻസ് ചെയ്യാൻ ശ്രമിക്കും. അവരെ ഓക്കെ. അപ്പൊ നിങ്ങള് ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചേ. ഇൻട്രൊഡക്ഷൻ എല്ലാവരും ഇൻട്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യും കേട്ടോ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. എന്തെങ്കിലും മനസ്സിലായോ? വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ആൻസിക്ക് എന്താ മനസ്സിലായത്? ആൻസി അയ്യോ ടീച്ചർ മനസ്സിലായെന്നല്ല, വായിച്ചു കഴിഞ്ഞെന്നുള്ള തമ്പിട്ടത്. അതെ, മനസ്സിലായോ? വായിച്ചിട്ട് എന്തെങ്കിലും പിടികിട്ടി? എന്തെങ്കിലും ഒരു കാര്യം ആർക്കും ഒന്നും പിടികിട്ടില്ല? കുറച്ച് കട്ടിയായിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് മീനിങ് ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ത്രോട്ടിന് വല്ല പ്രശ്നമുണ്ടോ ആൻസി? ആ ടീച്ചർ 2 ദിവസമായിട്ട് പനിയാണ്. അതെ അല്ലേ? അതാണ്, കരകരപ്പ് പോലെ ഉണ്ട് സംസാരിക്കുമ്പോ. മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു ടീച്ചർ, കഴിച്ചു. ഓക്കെ. അർസുവിന് മനസ്സിലായോ? മനസ്സിലായോ? അർസു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്താണെന്ന്. പറഞ്ഞോളൂ. ഇത് ഡിഫൻസ് മെക്കാനിസം, സർട്ടൻ സിറ്റുവേഷൻ, ഇൻഡിവിജ്വൽ ഇങ്ങനെ സ്മൂത്ത് ഡെവലപ്മെന്റ്, ഇൻഡിവിജ്വൽ കോസ്, ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ആണ് വരുന്നത് ഫ്രസ്ട്രേഷന്. അപ്പം അത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ എങ്ങനെ അവര് സിറ്റുവേഷൻ എടുത്തതും അതിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ഓരോരോ തർക്കങ്ങളും പറയുന്നതാണ് ഇന്നത്തെ മനസ്സിലായത്. അവര് ഒരു ഡിസ്ട്രസും ഹസാർഡ് വരാതെ രീതിയിൽ എങ്ങനെ അവരെ ഡിഫെൻസ് ചെയ്യുന്നതുള്ളതാണ് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുക? എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഡിപ്രസ്ഡ് ആകും അല്ലെ? ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും, സ്ട്രെസ് വരും അല്ലെ? അങ്ങനെയൊക്കെയാണ് പോവാ. എല്ലാവരുടെയും ജീവിതം എല്ലാ കാലത്തും സ്മൂത്ത് ആയിട്ട് ഒരിക്കലും പോകില്ല, അതൊരു സത്യം തന്നെയാണ്. പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ വിചാരിക്കും പണം ഉള്ളത് കൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല, അവരുടെ ജീവിതത്തിൽ എല്ലാവരും നേടാൻ സാധിച്ചിട്ടുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലാതെയാണ് അവർ പോകുന്നത്. പക്ഷെ നമുക്കറിയാത്ത പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകാം. ഇനി പാവപ്പെട്ടവനാണെങ്കിൽ മെയിൻ ആയിട്ടും പണത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുകൂടാതെ വേറെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അല്ലെ? അപ്പൊ ആരുടെയും ജീവിതം നമുക്ക് നല്ല 100% സക്സസ്ഫുൾ ആയിട്ട് പോകുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നതാണ് അല്ലെ? അപ്പോ നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തില് സ്മൂത്ത് ആയിട്ട് അവന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ചില സാഹചര്യങ്ങൾ, സർട്ടൈൻ സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ മൂലം മനുഷ്യൻ എന്തുണ്ടാകാം? മാനസിക സംഘർഷങ്ങൾ, ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻ. ചിലപ്പോ നിരാശ വരാം, അല്ലെങ്കിൽ എന്താ പറയാ സംഘർഷങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ഈ കോൺഫ്ലിക്ട്സിനെയും ഈ ഫ്രസ്ട്രേഷനെയും ഒക്കെ എന്താണ് നമ്മുടെ സൈക്കോളജിക്കൽ ബാലൻസിനെ ബാധിക്കും അല്ലെ? നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മൾക്ക് ഉണ്ടാകുന്ന എന്താ പറയാ സംഘർഷങ്ങളായിക്കോട്ടെ, അത് നമ്മുടെ മൈൻഡിനെ ബാധിക്കില്ലേ? മനസ്സിനെ ബാധിക്കില്ലേ? ബാധിക്കില്ലേ? നമ്മുടെ മനസ്സിനെയാണ് കൂടുതലായിട്ട് അത് എഫക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പോഴാണ് നമുക്ക് എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ബാലൻസിനെയാണ്, അതായത് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതത്തിൽ ചില സംഘർഷങ്ങളും ചില ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ആ വ്യക്തിയുടെ മനസ്സിനെ മോശകരമായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയാ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കാം. ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ബാലൻസിനെ അത് എഫക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ചില മനുഷ്യര് അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ,
ഇതിനെയാണ്, അതായത് ഇത്തരം സാഹചര്യങ്ങളില് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് തന്നെ ഉപയോഗിക്കുന്ന ചില വഴികൾ അഥവാ തന്ത്രങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം ഷോർട്ട് ആയിട്ട്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തില് ചില സിറ്റുവേഷൻ, ചില സാഹചര്യം കൊണ്ട് ചില പ്രശ്നങ്ങളോ ചില സംഘർഷങ്ങളോ ചില ഫ്രസ്ട്രേഷൻസോ ഉണ്ടാകുന്നു. ഇത് ആ വ്യക്തിയുടെ മനസ്സിനെ മോശകരമായിട്ട് ബാധിക്കുന്നു. എന്നാൽ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മനസ്സ് തന്നെ ചില വഴികള് തുറക്കുന്നു, അല്ലെങ്കിൽ ചില തന്ത്രങ്ങൾ ഒരുക്കുന്നു. ഇതിനെ നമുക്ക് ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കാം. അപ്പോ നമ്മുടെ ശരീരം എന്താ പറയാ, നമ്മളെ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാറുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നേ? ഒരു എക്സാമ്പിൾ പറയാമോ? നമ്മുടെ ശരീരം എങ്ങനെയാണ് നമ്മുടെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്? ഇപ്പൊ നമ്മള് ഗ്യാസില് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, പെട്ടെന്ന് നമ്മള് ആ പാത്രം വെക്കുന്ന സമയത്ത് ആ തീയുടെ അടുത്തായിട്ട് നമ്മുടെ കൈ കൊണ്ടുവന്നു, കൈ കൊള്ളാനായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മുടെ കൈ വലിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരം തന്നെ നമ്മൾക്ക് തരുന്ന സിഗ്നൽ അല്ലേ? അത് അപകടമാണെന്നുള്ള ആണ് അല്ലേ? അതുപോലെ തന്നെ നമ്മള് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റോഡിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി നമ്മുടെ നേരെ വന്ന് ചാടുവാണ്, അല്ലെങ്കിൽ വരാനായിട്ട് തുടങ്ങുവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾക്ക് നേരത്തെ തന്നെ ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറ് തരാം, ആ പട്ടി നമ്മളെ തന്നെയാണ് നോക്കുന്നേ, അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാനായിട്ട് പറയും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിലോ അവിടെയൊക്കെ പോയി എന്ത് ചെയ്യും? നമ്മൾ രക്ഷപ്പെടാനായിട്ട് നോക്കും ഏതെങ്കിലും വഴിയിൽ. കാരണം ആ ഡോഗ് നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പലതരത്തിലുള്ള, അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും പല വിധത്തിലുള്ള മാനസിക വേദനകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വായിച്ചത്. ഞാൻ പറയാം. Certain situation or factors intervene in the smooth development of the individual and cause acute emotional conflicts and frustration. These conflicts and frustration endanger the individual's psychological balance, but the human individual is adapted with the mental capacities to protect himself against such a psychological menace. As much as his body is equipped with the powers to protect against physical hazards or distress, these protective devices are known as ego defense or defense mechanism or mental mechanism or dynamism. അപ്പൊ നമ്മുടെ ശരീരം എങ്ങനെയാണോ നമ്മളെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സും നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള വേദനകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന തന്ത്രങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സ്വയം രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ്, അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം, അല്ലെങ്കിൽ ഡൈനാമിസം എന്ന് പറയുന്നത്. അപ്പോ ഒരു പേര് മാത്രമല്ല ഡിഫൻസ് മെക്കാനിസത്തിനുള്ളത് കേട്ടോ. ഈഗോ ഡിഫൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഡിഫൻസ് മെക്കാനിസം, അതുപോലെ തന്നെ മെന്റൽ മെക്കാനിസം എന്ന് അറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈനാമിസം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനു മുമ്പ് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഡിഫൻസ് മെക്കാനിസം, അതായത് ഈ മനസ്സ് രൂപപ്പെടുത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളെയാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു. ഈ ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ ചെയ്യുന്നത്? ഡിഫൻസ് മെക്കാനിസത്തിലൂടെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്
ഉണ്ടാവുക? എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക ഈ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നതിലൂടെ? ഒന്ന് പറയാമോ? ആദ്യം പറഞ്ഞു. സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ യെസ്, അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള വേദന, നമ്മുടെ മെന്റൽ പെയിൻ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഡിഫൻസ് മെക്കാനിസം ഉണ്ടെങ്കിലാണ് ഒരു വ്യക്തിക്ക് മാനസികമായിട്ടുള്ള വേദനകൾ കുറയുന്നത്. അതായത് ആളുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തരാണ് അല്ലെ? എന്റെ സ്വഭാവമായിരിക്കില്ല, അല്ലെങ്കിൽ എനിക്കുള്ള പ്രത്യേകതകളായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. പലതരത്തിൽ വ്യത്യാസപ്പെടാം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലം, ഇതൊക്കെ എന്നിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ അതിനനുസരിച്ച് എന്നിൽ ഡിഫൻസ് മെക്കാനിസം, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് എന്നിൽ ഡിഫൻസ് മെക്കാനിസം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്റെ മാനസികമായിട്ടുള്ള വേദനയെ കുറയ്ക്കാനായിട്ട് ഉപകരിക്കുന്നു. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് സംരക്ഷിക്കുന്നു. അതായത് നമ്മളുടെ തന്നെ ആത്മഗൗരവം എന്ന് പറയും സെൽഫ് റെസ്പെക്ട്. അതായത് നമ്മളിൽ തന്നെയുള്ള സെൽഫ് റെസ്പെക്ട് സംരക്ഷിക്കാനായിട്ട് ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ സമാധാനം നിലനിർത്തുന്നു. ഓക്കെ, എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? വേണോ അല്ലെ? അതുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിലെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. അതായത് നമ്മൾക്ക് എന്തെങ്കിലും, ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാട് വിട്ടു പോകുന്ന ആളുകളുണ്ട് അല്ലെ? വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെയുള്ള ആളുകളുണ്ടോ? ഫാമിലിയിൽ ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നമ്മള് ഇത്രയും നാള് നമ്മുടെ നാട്ടിൽ അവരാദ്യമൊക്കെ പോകുന്ന സമയത്ത് ഇത്രയും നാള് നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിൽ വേറെ എങ്ങും പോവാതെ ജീവിച്ചിരുന്ന ആളുകള് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടോ ആയിരിക്കും എന്ത് ചെയ്യുക, വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുക അല്ലെ? അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആദ്യ സമയം സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? സ്റ്റാർട്ടിങ് സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ? കാരണം അവര് ഇതുവരെ ജീവിച്ച സാഹചര്യമായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ളത് അല്ലെ? അപ്പോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ അവരെ അനുവദിക്കുന്നത് എന്താ? ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോ അത്തരത്തില് മനുഷ്യർക്ക് പല രീതിയിലുള്ള സാഹചര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പൊരുത്തപ്പെടേണ്ടി വരും. ഇപ്പോ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള, നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾക്കത് താങ്ങാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് അഡാപ്റ്റഡ് ആകണം അല്ലെ? അതുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പൊ ഒരാള്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് മരിച്ചു, നമുക്ക് എപ്പോഴും ആ വേദന നമ്മുടെ മരണം വരെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ആ പ്രിയപ്പെട്ട ആള് നമ്മളെ വിട്ട് പോകുന്നത് ഓർത്തിട്ട് അല്ലെങ്കിൽ പോയത് ഓർത്തിട്ട് അല്ലെ? പക്ഷെ നമ്മുടെ സാധാരണ ജീവിതം നമ്മൾ ജീവിക്കില്ലേ? നോർമൽ ലൈഫിലൊക്കെ നമ്മൾ തിരിച്ചു വരില്ലേ പിന്നീട് കുറച്ചു ദിവസം കഴിയുമ്പോ? അതെന്തുകൊണ്ടാ? അതായത് അയാൾ മരിച്ചു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കി നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതുകൊണ്ടാണ്. ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാ? ഡിഫൻസ് മെക്കാനിസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നത്. അപ്പോ ഇത്തരത്തിൽ മനുഷ്യനെ പലതരത്തിൽ സംരക്ഷിക്കുന്നതിനുള്ള മനസ്സിന്റെ ഒരു ഉപാധിയായിട്ട് നമുക്ക് എന്തിനെ കരുതാം? ഡിഫൻസ് മെക്കാനിസത്തെ നമുക്ക് കരുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെയാണ് അല്ലെ? അപ്പൊ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ് ഡിഫൻസ് മെക്കാനിസം. മനസ്സിനെ കൂടുതലായിട്ട് പഠിക്കുന്നതാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ചെയ്യാം ടീച്ചർ. ഓക്കെ. Good morning, teacher, and good morning, students. I extend a heartfelt thank to all who made today's event a success. A special thank to our teacher for your valuable class time and inspiring words.
We are truly honored by your presence. Thank you for your wonderful class and students for your presence and participation. Thank you, teacher, and thank you, students. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ നിങ്ങൾ എന്തായാലും ചൈനീസ് വിസ്പറും സൈമൺസൈസും ചെയ്യാൻ റെഡി ആയിട്ട് വരിക. ഉറപ്പ് പറയുന്നില്ല ഞാൻ വരുമോ വരുന്നില്ല എന്നുള്ളത്. എന്തായാലും റെഡി ആയിട്ട് വരിക കേട്ടോ. ഇനി ന്യൂ ഇയറിനോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank you, teacher. താങ്ക് യു. Thank you, Miss. Thank you, ma'am.